ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. പക്ഷെ നമുക്കൊറ്റ ആവശ്യമാണ് പ്രധാനമായിട്ടും പേഷ്യൻസിനെ വളരെ കൃത്യമായി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക, അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നടപടി സ്വീകരിക്കുക. കാരണം ഇവിടുന്ന് മാറ്റുന്നവർക്ക് ഇത് സ്വകാര്യ ആശുപത്രിയാണെങ്കിൽ പോലും അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടണം. അതിനുള്ള നടപടിയാണ് അടിയന്തരമായി സ്വീകരിക്കേണ്ടത്. എത്ര പേരെ മാറ്റി എന്താണ് കാരണം പറയാൻ കഴിയുന്നില്ല. ഒന്നും പ്രിൻസിപ്പളൊന്നും പറയാൻ കഴിയുന്നില്ല. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എത്ര പേരെ മാറ്റി, എത്ര പേര് ഇനി മേലെയുണ്ട്, അതൊന്നും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. നിലവിൽ ഇവിടെ സംസാരിച്ച സമയത്ത് 4 പേരും കൂടി മുകളിലുണ്ട് ഇറക്കേണ്ടതായിട്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു, പക്ഷെ കൃത്യമായി അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ മെഡിക്കൽ കോളേജിൽ തന്നെയാണോ മറ്റാശുപത്രിയിൽ കൊണ്ടുപോയെന്നുള്ള വിവരം കിട്ടിയിട്ടില്ല. ഞങ്ങൾ വരുമ്പോൾ ഒരാദ്യത്തെ ആംബുലൻസ് അങ്ങോട്ട് ചീറിപ്പായി ടൗണിലേക്ക്. അതിന്റെ അർത്ഥം എന്താ? പേഷ്യൻസ് പലരെ അങ്ങോട്ട് കൊണ്ടുപോകണം. ആശങ്ക വേണ്ട, രോഗികളെല്ലാം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും എത്ര രോഗികൾ അവിടെ ഉണ്ടായിരുന്നു, എത്ര പേരെ ഇനി 4 പേരെ ആണ് എന്ന് പറയുന്നു, പക്ഷെ എത്ര പേരെ ഇനി അവിടെ നിന്ന് ആ പുക ഉയർന്ന കെട്ടിടത്തിൽ നിന്ന് തിരിച്ചിറക്കാനുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ശരിയായിരിക്കും. പക്ഷെ പേഷ്യൻസിന്റെ കാര്യത്തിലാണ് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം, നടപടിക്രമം ഉണ്ടാകേണ്ടത്. അന്വേഷണത്തിന് മന്ത്രി നിർബന്ധമായും ഇത് അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. മറ്റൊന്ന് PMSSYയിൽ ആവശ്യമായ സ്റ്റാഫിന് ഇതുവരെ കൊടുത്തില്ല. നേരത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് MOU സൈനിസം പറഞ്ഞിട്ടുണ്ട് 100 സ്റ്റാഫിനെ കൊടുക്കുക, ഇതുവരെ കൊടുത്തില്ല. അപ്പൊ സ്റ്റാഫില്ല. അപ്പോ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഭാഗത്തുള്ള പോകുന്ന വഴി അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പം പേഷ്യൻസ് കൊണ്ടത് വളഞ്ഞു കൊണ്ടുപോകാൻ നിർമ്മാണത്തിലടക്കം വലിയ പ്രശ്നങ്ങളുണ്ടല്ലേ? അത് നിർമ്മാണത്തിന്റെ അല്ല, ഇവിടത്തെ തീരുമാനമാണ്. മെഡിക്കൽ കോളേജ് ഉപദേശക സമിതിയുടെ തീരുമാനമാണ് അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അവിടെ. അതുകൊണ്ട് ഒരു പേഷ്യന്റ് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അങ്ങോട്ട് അതിലേക്കൂടെ. മറിച്ച് ബ്ലോക്ക് ഇല്ലെങ്കിൽ ഈ വഴി കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു പേഷ്യൻസിന് എളുപ്പം. ഇത് വളരെ പോയപ്പോഴും ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. MK രാഘവൻ MP സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നതിന് പ്രകാരമാണെങ്കിൽ ഒരുപാട് രോഗികളെ അവിടെ നിന്ന് മാറ്റി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നെല്ലാം ആശുപത്രി അധികൃതർ വിശദീകരിക്കുമ്പോഴും വ്യക്തമാക്കുമ്പോഴും എത്ര രോഗികളെന്ന എണ്ണത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിലൊരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്.